എൻ്റെ പേര് ഭാഷ്മി. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ചെറുപ്പം മുതൽ എനിക്ക് സംഗീതം പഠിക്കണമെന്ന് നന്നായി ആഗ്രഹമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും നന്നായി പാടും. അത് കേട്ടാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ഒരു കണ്ണിന് ജന്മനാ മുതലേ കാഴ്ചക്കുറവാണ്. മറ്റേ കണ്ണിന് ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തികവും ഞങ്ങൾക്ക് കുറവായതിന് അതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. IT വരെ പഠിച്ചു. പിന്നീട് കാഴ്ചക്കുറവിൻ്റെ കാരണത്തിൽ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല. അരികിലൊഴുകി ഞാൻ ഇളം പൂ. വളരെയധികം സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഭാഷ്മി ബാലൻ. ചേച്ചി ഭാഷ്മി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയേട്ടാ. കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് വൈക്കം വിജയലക്ഷ്മിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് കിലോമീറ്റേഴ്സ് ടു കിലോമീറ്റേഴ്സ് വന്നിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പറയൂ, അതാണ് നീലേശ്വരത്തെ വിശേഷങ്ങൾ. അവിടെ എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും സുഖാണോ? വീട്ടിലെല്ലാവർക്കും സുഖാണോ? നീലേശ്വരത്ത് നാട്ടിലെല്ലാവർക്കും സുഖമാണ്. അപ്പോ എന്താണ് ഈ വിജയലക്ഷ്മി ചേച്ചി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ചേച്ചിയുടെ പാട്ട് എനിക്ക് തുടക്കത്തില് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവരും അന്വേഷണം പറഞ്ഞേക്ക്. എല്ലാവരും വിജയലക്ഷ്മി ചേച്ചി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. എല്ലാരും ഇവിടെ ഉണ്ട്, സൈഡിലുണ്ട്, എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ഭാഷ്മി പറയൂ. ഭാഷ്മി അതായത് കുഞ്ഞുനാളിന് മുതൽ ഇതേപോലെ ഒരു കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ട്, ഒരു കണ്ണിന് കാഴ്ചയില്ല. അങ്ങനെയാണ് ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ സമയം മുതൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിരുന്നോ? എന്ന് വെച്ചാല് കുറച്ചുനാൾ ചെയ്തു. ഞരമ്പ് വളർച്ച ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവര് പറയുന്നത്. വേറെ എവിടെയെങ്കിലും പോയി ഒരു ചികിത്സ ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ആയുർവേദം അങ്ങനെ എന്തെങ്കിലും? പറയുന്നുണ്ട് എല്ലാവരും. അപ്പം സാമ്പത്തികം കുറവായതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബത്തിലായതുകൊണ്ട്. അച്ഛനും അമ്മയ്ക്ക് എന്താ ജോലി? അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഒന്നും ചെയ്യുന്നില്ല. അത് ശരി. അപ്പൊ ഏത് വയസ്സ് മുതലാണ് ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? ചെറുപ്പം തൊട്ടേ പാട്ട് പാടും. ഒരു 3 വയസ്സ് തൊട്ട്. അത് ഇൻബോൺ ആയിട്ട്, അതാണ് ശരിക്കും കഴിവെന്ന് പറയണത്. പഠിച്ചു പാടുന്നല്ല. വീട്ടിൽ ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടാവും? അങ്ങനെ അമ്മ പാടും, അച്ഛനും പാടും. ഓ, അമ്മയും അച്ഛനും ഒക്കെ പാടും. അത് ശരി. അല്ല പിന്നെ എന്റെ അച്ഛനും അമ്മയും പാടൂട്ടാ. അതെയാ? എന്റെ അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് മുരളീധരൻ. മുരളീധരൻ. ഇയാളുടെ? എന്റെ അച്ഛന്റെ പേര് ബാലൻ, അമ്മയുടെ പേര് ലക്ഷ്മി. രണ്ടും കൂടി ഭാഷ്മി. ബാലനും അതും കൂടി ചേർന്നിട്ടാണ് ഭാഷ്മി. വെറൈറ്റി പേരാട്ടോ ഭാഷ്മി. അത് എന്റെ ഒരു മാമനിട്ടതാണ്. എനിക്ക് മാമനിട്ടതാണ്. അതായത് വിജയനും ഗിരിജയും കൂടെ വരുന്ന പോലെ. വിജയൻ ഗിരിജ വിജയലക്ഷ്മി. അല്ല, വിജയൻ അച്ഛന്റെ പേര് വിജയൻ, അമ്മയുടെ പേര്. അപ്പൊ മകളുടെ പേര് എന്തിനും വിജാഗിരി എന്നിടും. ചേച്ചി ഒരു കാര്യം അറിയോ? എന്റെ അച്ഛന്റെ പേര് വിജയനും അമ്മയുടെ പേര് ഗിരിജ എന്നാണ്. അപ്പൊ അവർക്ക് വിജാഗിരി ഇടാൻ തോന്നാത്തത് എന്റെ മുജ്ജന്മ സുഹൃത്തം. അത് കൊള്ളാം, വിജാഗിരി. പിന്നെ നമ്മള് ഒരുപാട് ആരാധിക്കുന്ന വിജയലക്ഷ്മി ചേച്ചിയെ കണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനോ ചോദിക്കുകയാണെങ്കിൽ വേഗം ചോദിച്ചോളൂ. ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ള, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരണം എന്നാണ്. ചേച്ചിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇങ്ങോട്ട്. ഏത് പാട്ടാ പാടണ്ടേ? ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ചേച്ചി ഭാഷ്മിക്ക് വേണ്ടി പാടി കൊടുത്തോളൂ. ആയിക്കോട്ടെ. നീ മുകിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളറ നിഴലോ അറിയില്ലിന്നു നീ എന്ന ചാരുത അറിയാമെന്നിതാണെന്റെ ചേതന ഉയിരിൽ നിറയും അതിശയകരഭാവം. നീ മുകിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളന നിഴലോ. ഓക്കെ, അപ്പൊ എന്താ
എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്നവർ കൂടി എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര്? എൻ്റെ പേര് നാരായണൻ. നാരായണൻ. അമ്മാവനാണ്. ഇത്? എൻ്റെ പേര് നിഖിൽ. നിഖിൽ. കസിൻ ആണ്. ഓക്കെ. എൻ്റെ പേര് ധന്യ, കസിൻ സിസ്റ്റർ. കസിൻ ആണ്. ഓക്കെ. അപ്പോൾ അവരൊക്കെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ ഹായ്. വെരി ഹായ്. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ വക ഒരു വലിയ ഹായ്. ഹായ് ഹായ്. അതെ.